ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് കാണിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ക്യാമറ 8 മെഗാ പിക്സലാണ്. അതായത് ഒരു 4K റെസൊല്യൂഷൻ ക്യാമറയാണ് ഇപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ വീഡിയോ, അതായത് ഡെമോ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയെ അടുത്ത് പരിചയപ്പെടാം, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമറ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ 8 മെഗാ പിക്സലാണ്. ഇതിന് മുമ്പ് ഞാൻ 2 മെഗാ പിക്സലിൻ്റെയും 4 മെഗാ പിക്സലിൻ്റെയും 6 മെഗാ പിക്സലിൻ്റെയും കമ്പാരിസൺ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ക്യാമറ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് പോണത് 4 മെഗാ പിക്സൽ ക്യാമറയായിട്ടാണ്. അപ്പോൾ എൻ്റെ ആ ഒരു പഴയ കമ്പാരിസൺ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ഹിക്വിഷൻ്റെ ക്യാമറകളൊക്കെ പൊതുവേ 4 സീരീസിലാണ് വരുന്നത്. നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു വാല്യൂ സീരീസാണ്. വാല്യൂ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ ഒരു എൻട്രി ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു 4K റെസൊല്യൂഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ ഹിക്വിഷൻ്റെ എൻട്രി ലെവൽ ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പൈസ ഒക്കെ മുടക്കാൻ തയ്യാറായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കൂടിയ മോഡൽ ക്യാമറകളിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇതൊരു എൻട്രി ലെവൽ മോഡൽ ഹിക്വിഷൻ്റെ ക്യാമറയാണ്. എങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള, നമുക്ക് മറ്റ് ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഈ ഒരു ക്യാമറയുടെ ഡോറി ഡിസ്റ്റൻസ് ആണ്. ഡോറി എന്ന് പറഞ്ഞാൽ ഇതൊരു ടേമാണ്. D സ്റ്റാൻഡ്സ് ഫോർ ഡിറ്റക്റ്റ്, O സ്റ്റാൻഡ്സ് ഫോർ ഒബ്സർവ്, R സ്റ്റാൻഡ്സ് ഫോർ റെക്കഗ്നൈസ് ആൻഡ് I സ്റ്റാൻഡ്സ് ഫോർ ഐഡൻറ്റിഫൈ, അതായത് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ക്യാമറ 2 ലെൻസുകളിലായിട്ടാണ് ഹിക്വിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് 2.8mm ലെൻസും വരുന്നുണ്ട്, 4mm ലെൻസും വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യാമറയുടെ ലെൻസ് എന്ന് പറഞ്ഞാൽ 4mm ആണ്. അതായത് 4mm ആയതുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ദൂരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്യാമറയുടെ മുമ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 21 മീറ്റർ ദൂരെ നിൽക്കുന്ന ആളെ വരെ ഈ ക്യാമറയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും. നമുക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് ആ ഒരു വ്യക്തി ഇന്ന ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതേസമയം 2.8mm ലെൻസാണ് ഈ ഒരു ക്യാമറയിൽ വരുന്നതെങ്കിൽ നമുക്ക് 16 മീറ്ററാണ് ഇതിൻ്റെ റെക്കഗ്നേഷൻ പവർ. അപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ ഞാനിതിപ്പോൾ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല ആൾക്കാരും ക്യാമറകൾ ഈ 4K ക്യാമറയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. 4K എന്നല്ല, ഏത് ക്യാമറയാണെങ്കിലും ലെൻസിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് റെക്കഗ്നേഷൻ പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു 2.8mm ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ലിഫ്റ്റിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറ വളരെ സ്യൂട്ടബിൾ ആണ്. കാരണം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിധി എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല നല്ല വൈഡായിട്ട് കിട്ടും. അതേസമയം ഈ ഒരു ക്യാമറ 4mm ആയതുകൊണ്ട് അത്രത്തോളം വലിയൊരു വൈഡൊന്നും ആയിരിക്കില്ല, പക്ഷേ കുറച്ചുകൂടെ ദൂരത്തേക്കുള്ള വ്യൂ നമുക്ക് വ്യക്തമായിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 4K ക്യാമറ. H.265+ എന്ന് വളരെ വലിയ അക്ഷരത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കംപ്രഷൻ ടെക്നോളജിയാണ് H.265. അപ്പോൾ ഹിക്വിഷൻ്റെ തനത് ശൈലിയിലുള്ള EXIR ടൈപ്പ് ടെക്നോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വൈഡ് ഡൈനാമിക് റേഞ്ച് WDR ടെക്നോളജി ഉണ്ട്. IP67 വെതർ പ്രൂഫാണ് ഈ ഒരു ക്യാമറ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, DS-2CD1083G0-I എന്നുള്ളതാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 4mm ലെൻസാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് 2.8mm ലെൻസ് ഉള്ളതും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഇവിടെ MRP കൊടുത്തേക്കുന്നത് 13,600 രൂപയാണ് നെറ്റ് പ്രൈസ് പറയുന്നത്. പക്ഷേ ഇതൊരു 9,100 ടാക്സും ആ ഒരു റേഞ്ചൊക്കെ ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സ് നമ്മൾ തുറക്കുമ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ആദ്യം കൊടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തിനാണ് ഡ്രില്ലിംഗ് ടെംപ്ലേറ്റ് ഉപയോഗിക്കണമെന്ന്. പിന്നെ ഇതിലൊരു വാട്ടർ പ്രൂഫ് ടേപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളമൊക്കെ ഇതിനകത്തോട്ട് ലീക്കായിട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ചൊക്കെ വെക്കാനുണ്ടെങ്കിൽ, ബോക്സിൽ, ക്യാമറയിലല്ല കേട്ടോ, ബോക്സിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോളൊക്കെ നമുക്ക് അടച്ച്, അല്ലെങ്കിൽ പൈപ്പിൻ്റെ ഒക്കെ ചുറ്റുമൊക്കെ ഒട്ടിക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. പിന്നെ ആ ഒരു ബോക്സിലുള്ളത് ക്യാമറയും പിന്നെ ഈ 2 സാധനങ്ങളുമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറയെ പരിചയപ്പെടാം വിശദമായിട്ട്. പിന്നെ ഈ ഒരു ക്യാമറയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ 5 മെഗാ പിക്സൽ അനലോഗ് ക്യാമറ ഉണ്ടായിരുന്നല്ലേ, HD ക്യാമറ, ആ ഒരു ക്യാമറയുടെ അതേ ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ അതിൻ്റെ വലിപ്പവും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഇതൊരു IP ക്യാമറയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ RJ45 ജാക്ക് വരുന്നുണ്ട്.
പിന്നെ RJ45 ജാക്കിനോടൊപ്പം തന്നെ ഒരു 12 വോൾട്ട് നമുക്ക് പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്ററിൻ്റെ പിന്ന് വരുന്നുണ്ട്, DC പിന്ന് വരുന്നുണ്ട്. ഈ DC പിന്ന് അവർ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. നമ്മൾ POയിലാണ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു DC പിന്ന് എല്ലാവരും ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ഇതിലൂടെ എന്തെങ്കിലും ഈർപ്പമൊക്കെ അടിക്കുക, വെള്ളം കയറുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈർപ്പമൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസസ് ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെ ഈ ഒരു ക്യാമറയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു EXIR ടൈപ്പ് 2.0 LED ലൈറ്റ് വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. ലൈറ്റ് ആകുമ്പോഴത്തേക്കും രാത്രിയിൽ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് തെളിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ 4K ക്യാമറ. അപ്പോൾ ഈ ഒരു 4K ക്യാമറയിൽ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. 6:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഓൾമോസ്റ്റ് ലൈറ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ ഒരു 6:30 ആയിട്ടുള്ള ഈ ഒരു സമയത്ത് പോലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിയാസ് ഇവിടെ നിൽപ്പുണ്ട്. നിയാസ് ഒരു 15 മീറ്റർ ദൂരത്താണ് നിയാസ് നമ്മളിവിടെ നിർത്തിയേക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ടേപ്പൊക്കെ വെച്ച് അളന്നിട്ടാണ് ഈ നിയാസിനെ 15 മീറ്റർ ദൂരെ കൊണ്ട് നിർത്തിയേക്കുന്നത്. അപ്പോൾ നിയാസിൻ്റെ ഫേസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കിനി 4 മെഗാ പിക്സൽ ക്യാമറയുടെ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. 4 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ ഇത് 8 മെഗാ പിക്സലാണ്. ഇനി 4 മെഗാ പിക്സൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് 4 മെഗാ പിക്സൽ ക്യാമറ. അതേ 4 മെഗാ പിക്സൽ ക്യാമറ ഞാൻ ഫുൾ സ്ക്രീനിലേക്ക് ഇട്ടു. കുറച്ചുകൂടെ മാറിയോ റൈറ്റിലേക്ക്. ഇവിടെയല്ലേ ആദ്യം നിന്നത്, അവിടെ തന്നെ നിന്നാൽ മതി. ഓക്കെ. അപ്പോൾ അതെ, ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, അത് സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ ക്ലാരിറ്റിയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫേസൊക്കെ എത്രത്തോളം ക്ലിയർ ആയിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ 4MB 8MB വെച്ചിട്ട് നമ്മൾ ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് സൈഡിലൊക്കെ ഉള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റുകളിലൊന്നും ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ HD റെസൊല്യൂഷനിലാണ്. എൻ്റെ ഒരു കമ്പ്യൂട്ടറിലേക്ക് സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ഡിഫറൻസ് നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചയിൽ തോന്നിയില്ലെങ്കിലും ഞാൻ മോണിറ്റർ ഉപയോഗിച്ചിട്ട് റിയൽ ടൈം അതിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് നല്ലൊരു ഡിഫറൻസ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ തൊട്ടപ്പുറത്തുള്ള വണ്ടികളൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടോ, ഒരു ഓടിപ്പോകുന്നത് അത്രത്തോളം നമുക്ക് നോട്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അത് സ്ലോ ഷട്ടർ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. നമുക്ക് ഈ സ്ലോ ഷട്ടർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഈ 2 ക്യാമറയിലും വരുന്നുണ്ട്. 2 ക്യാമറയ്ക്കും ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് ഈ സ്ലോ ഷട്ടർ ഓണായി കിടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളെ നമ്മൾ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് വളരെ കൂടുതലായിരിക്കണം. ഇപ്പോൾ ഇത് സ്ലോ ഷട്ടറാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണ് ഈ സ്ലോ ഷട്ടർ ഓണായി കിടക്കണമെന്ന് വെച്ചാൽ ലോ ലൈറ്റ് പെർഫോമൻസ് എപ്പോഴും കൂടുതൽ കിട്ടുന്നത് ഈ സ്ലോ ഷട്ടർ ഓണായി കിടക്കുമ്പോഴാണ്. അപ്പോൾ സ്ലോ ഷട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെങ്കിലും ആ HLC BLC പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 1 ലൈൻ ക്യാമറയുടെയും 2 ലൈൻ ക്യാമറയുടെയൊക്കെ ഡിഫറൻസ് എല്ലാവരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന്. അപ്പോൾ 1 ലൈൻ ക്യാമറ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 ആക്സിസിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ക്യാമറയാണ്. ഇതൊരു 2 ലൈൻ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഇത് 3 ആക്സിസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, ഇങ്ങനെ തിരിക്കണം, ഇങ്ങനെ തിരിക്കുക, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ. അതായത് ഇതൊരു 3 ആക്സിസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഇവിടെ ഈ ഒരു സ്ക്രൂ പതിയെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെൻസ് നമുക്ക് വേണമെങ്കിൽ കറക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1 ലൈൻ ക്യാമറകൾ നമുക്ക് 2 ആക്സിസ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പണ്ടൊരു വിദേശത്ത് നിന്ന് ഒരാൾ ഒരു 2 ആക്സിസ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള 1 ലൈൻ ക്യാമറ കൊണ്ടുവന്നിട്ട് നമ്മൾ ക്യാമറ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്തതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. ലിഫ്റ്റിലേക്ക് കയറുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ആ ക്യാമറ വെച്ചത്, ലിഫ്റ്റിൻ്റെ ഉള്ളിലൊന്നുമല്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ ആ ഒരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ വെച്ചാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇത് 3 ആക്സിസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ക്യാമറയാണ്. പിന്നെ ഈ ഒരു ക്യാമറയുടെ സെൻസർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ക്യാമറയുടെ റെസൊല്യൂഷൻ മാത്രമല്ല ഒരു ക്യാമറയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അതിൻ്റെ സെൻസർ കൂടെയാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഇമേജ് സെൻസർ എന്ന് പറഞ്ഞാൽ 1/2.8 ആണ് ഈ ഒരു ക്യാമറയുടെ ഇമേജ് സെൻസർ വരുന്നത്. ചില ക്യാമറകളൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞ മോഡൽ ക്യാമറകളുടെയൊക്കെ 1/3 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറയുടെ റെസൊല്യൂഷൻ പറയുമ്പോൾ 3840x2160 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ വരുന്നത് 30 മീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുമ്പോഴത്തേക്കും 6.5 വാട്ടാണ്.
പിന്നെ ഈ ഒരു ക്യാമറയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 270 ഗ്രാം മാത്രമേ വരുന്നുള്ളൂ. ഇതൊരു മെറ്റൽ ബോഡിയാണ്, മെറ്റൽ ബോഡി പ്ലസ് പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയാം, പ്ലാസ്റ്റിക്കും മെറ്റലിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് അതിന് മാത്രം വലിയ വെയിറ്റ് വരാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ ഒരു 4x4 അല്ലെങ്കിൽ 5x5 ബോക്സിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിത് എന്തുകൊണ്ടാണ് എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നല്ല വെയിറ്റ് കൂടിയ ക്യാമറകളൊക്കെ സാധാരണ ബോക്സുകളിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറയൊക്കെ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞിട്ട് വെയിലും മഴയും കൊണ്ട് കഴിയുമ്പോൾ ഒന്ന് തൂങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ അങ്ങനെ ആ ഒരു പ്ലാസ്റ്റിക്കിൽ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക്കിൽ സ്ക്രൂ ചെയ്യുമ്പോഴാണ് കേട്ടോ തൂങ്ങിപ്പോകുന്നത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടാകാൻ ചാൻസ് തീരെ കുറവാണ്, കാരണം ഇതൊരു വളരെ വെയിറ്റ് കുറഞ്ഞൊരു ക്യാമറയാണ്. പിന്നെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു സന്തോഷ വാർത്ത ഈ ഒരു ക്യാമറയിലുണ്ടെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റലേഷനൊക്കെ ചെയ്യുന്നത് വളരെ രാത്രിയിലായിരിക്കും ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത് കഴിയുന്നത്. പിന്നെ ആ സമയത്ത് അലൻകിയൊക്കെ ആണ് വരുന്നുണ്ടെങ്കിൽ പിന്നെ അതുമായിട്ട് ഇരുട്ടത്തോടെ നടക്കുക എന്ന് വെച്ചാൽ വളരെ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാടുമില്ല, ഒരു സ്ക്രൂ ഡ്രോവർ പോലും വേണ്ട, കൈകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ പിരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ചോദിച്ചേക്കും ഈ ക്യാമറ വല്ല കള്ളന്മാരും വന്നു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പാലേന്ന്. അപ്പോൾ തിരിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരാളെ നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ലല്ലോ. അവരിപ്പോൾ എങ്ങനെയാണെങ്കിലും തിരിച്ച് കളയും, അതിപ്പോൾ എത്ര പൊക്കത്ത് എവിടെ കയറ്റി വെച്ചാലും തിരിച്ച് കളയും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലെന്ന് ഹിക്വിഷൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഹിക്വിഷൻ ഈ രീതിയിൽ ഈ ക്യാമറ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ വരുന്നത് 30 മീറ്ററാണ് കേട്ടോ. 30 മീറ്റർ വരെയാണ് നൈറ്റ് വിഷൻ കിട്ടുന്നത്. അപ്പോൾ 30 മീറ്റർ നൈറ്റ് വിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 30 മീറ്റർ ദൂരെ നിൽക്കുന്ന ആളെ നൈറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊന്നും നിയമമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു ഡോറി ഡിസ്റ്റൻസ് 21 മീറ്ററാണ് ഈ ക്യാമറയിൽ. അപ്പോൾ എന്താണ് ഈ 30 മീറ്റർ എന്ന് പറഞ്ഞാൽ? 30 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ഈ ഒരു ക്യാമറയ്ക്ക് EXIR 2.0 ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ലൈറ്റിന് 30 മീറ്റർ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ 30 മീറ്റർ ദൂരെ നിൽക്കുന്ന ഒരു ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റുമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.